ഞാൻ പറഞ്ഞതിന് വഴങ്ങിയില്ലേൽ നിന്റെ ഈ വീഡിയോ യൂട്യൂബിലൂടെ ലോകം മുഴുവൻ കാണും. ദിനേശിന്റെ വാക്കുകൾ ആതിരയുടെ കാതുകളിൽ പിന്നെയും മുഴങ്ങിക്കൊണ്ടിരുന്നു. അടുത്ത വീട്ടിലെ രാഘവേട്ടന്റെ മകനാണ് ദിനേശൻ. ഒരാഴ്ച മുമ്പ് ആതിരയുടെ റൂമിലെ ബാത്റൂമിൽ പൈപ്പ് കേടായപ്പോൾ നേരെയാക്കാൻ വന്ന ചേട്ടന്റെ കൂടെ അയാളും വീട്ടിൽ വന്നിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷം എന്തോ ടൂൾ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പോയി എടുത്തോളാൻ പറഞ്ഞത് അയാളോടുള്ള വിശ്വാസം കൊണ്ടും അടുത്ത വീട്ടുകാരനോടുള്ള സ്നേഹം കൊണ്ടുമാണ്. ഇന്ന് വീട്ടിൽ അമ്മയില്ലാത്ത നേരം നോക്കി എൻ്റെ അടുത്ത് വന്നപ്പോഴും പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. പക്ഷേ അയാൾ കാണിച്ച എൻ്റെ വീഡിയോ ഇവിടുത്തെ എൻ്റെ ബാത്റൂമിൽ ഒളിക്യാമറ വെച്ച് അയാൾ എടുത്തതായിരുന്നു. അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങിയില്ലേൽ അയാൾ അത് പ്രചരിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ട് പോയത്. അതും പറഞ്ഞ് അയാൾ എൻ്റെ ശരീരത്തിലേക്ക് ആർത്തിയോടെ നോക്കിയപ്പോൾ വല്ലാത്ത അറപ്പ് തോന്നി. അയാളുടെ അനിയത്തിക്കുട്ടിയുടെ പ്രായമേ എനിക്കുള്ളൂ. അതേ രീതിയിലേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ ആതിര തളർന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നു, ഈ ഭൂമി വിട്ടു പോയാലോ എന്ന് അവൾ ഓർത്തു. ആരോടെങ്കിലും പറയാമെന്ന് വെച്ചാൽ വിശ്വസിക്കുമോ? അച്ഛൻ നാട്ടിലില്ലാതെ 2 പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് എങ്ങനെ ഒരാളെ വിശ്വസിച്ച് കയറ്റിയെന്നതല്ലേ ആൾക്കാർ കുറ്റം പറയുകയുള്ളൂ? കൂട്ടിൽപ്പെട്ട വെരുകിനെ പോലെ അവൾ എന്തൊക്കെയോ ചിന്തിച്ച് നടക്കാൻ തുടങ്ങി. ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം ഇന്നാണ് അയാൾ ടൗണിലെ ഹോട്ടലിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ സമയത്ത് തന്നെ അവൾ അയാൾ പറഞ്ഞ ഹോട്ടലിലേക്ക് പോയി. അവിടെ അവളെയും കാത്ത് അയാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് പേടിയുണ്ടല്ലേ? അയാൾ ചിരിയോടെ ചോദിച്ചു. എന്നെ ഉപദ്രവിക്കരുത്. എൻ്റെ ആ വീഡിയോ പ്രചരിപ്പിച്ചത് എൻ്റെ ജീവിതം തന്നെ ഇല്ലാതായിപ്പോകും, അവൾ കൈകൂപ്പി പറഞ്ഞു. ഹേയ്, ഞാൻ ജീവിതമൊന്നും നശിപ്പിക്കത്തില്ല. കുറച്ചു നേരത്തേക്ക് എന്നെ ഒന്ന് അനുസരിച്ചാൽ മതി. കുറച്ച് നാളായുള്ള ആഗ്രഹമാണ്. അയാൾ കണ്ണുകൊണ്ട് അവളെ അടിമുടി ഒഴിഞ്ഞു. അപ്പോഴേക്കും റൂമിൽ ആരോ ബെല്ലടിച്ചു. ആരാണ് ഈ ബെല്ലടിക്കുന്നത് എന്നും പ്രാഗിക്കൊണ്ട് ദിനേശൻ ഡോറ് തുറക്കാൻ പോയി. പോകുന്നതിനിടയിൽ ആതിരയെ രൂക്ഷമായി ഒന്ന് നോക്കി. ചെന്ന് ഡോറ് തുറന്നപ്പോൾ പുറത്ത് പോലീസ്. എന്താ ഇവിടെ? പോലീസ് ചോദിച്ചു. ഞങ്ങൾ പ്രണയത്തിലാണ് സാർ, വിവാഹം തീരുമാനിച്ചിരിക്കുക, ദിനേശൻ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലല്ലോ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ദിനേശനെ സംശയത്തോടെ നോക്കി അയാൾ ചോദിച്ചു. അല്ല സാർ, സത്യമാണ് എന്ന് ദിനേശൻ പറഞ്ഞതും അയാൾക്ക് ചെകിട തടി കിട്ടിയതും ഒരുമിച്ചായിരുന്നു. ആതിര പെട്ടെന്ന് തന്നെ അവളുടെ ഡ്രസ്സിൽ പിടിപ്പിച്ചിട്ടുള്ള ക്യാമറ എടുത്ത് പോലീസ് ഓഫീസർക്ക് കൈമാറി. നീ എന്താ കരുതിയത്? നിന്നെ പേടിച്ച് നിന്റെ ആഗ്രഹത്തിന് സമ്മതിക്കാൻ വന്നതാണ് ഈ കുട്ടിയെന്നോ? അങ്ങനെയുള്ള പെൺകുട്ടികളുടെ കാലമൊക്കെ പോയി. ചിലരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരും ഭീഷണിക്ക് വഴങ്ങുന്നവരും ഒക്കെ ആയിട്ട്. അവർ ഇന്നത്തെ ലോകത്തിന് ചേർന്നവരല്ല. പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഇന്നത്തെ കാലത്ത് 1000 വഴികൾ തുറന്നു കിടപ്പുണ്ട്. പോലീസ് ഓഫീസറുടെ ഈ വാക്കുകൾ ദിനേശൻ മനസ്സിലാകാത്ത പോലെ നോക്കിയിരുന്നു. ഇനിയും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം. ഞാൻ ആതിരയുടെ ഫ്രണ്ടിൻ്റെ ഡിസ്റ്റന്റ് റിലേറ്റീവാണ്. അവൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിന്നെ മനഃപൂർവ്വം കുടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തതാണിതെല്ലാം. ഒരു തെളിവില്ലെങ്കിൽ നീയൊക്കെ രക്ഷപ്പെട്ടാലോ? ഇതിപ്പോൾ എല്ലാം നീ പറയുന്ന വീഡിയോ കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചു. ഇനി നീ പുറത്തിറങ്ങാൻ ഒന്ന് ബുദ്ധിമുട്ടും. നാളെ മേലാൽ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും മോശമായി നോക്കാൻ നിനക്ക് തോന്നരുത്, അദ്ദേഹം വിശദമാക്കി. ആതിര ദിനേശിനെ രൂക്ഷമായി നോക്കി. നാണക്കേടുകൊണ്ട് ദേഷ്യം കൊണ്ടും അയാളുടെ മുഖം വിളറിയിരുന്നു. പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം, എന്തിനേയും ധൈര്യത്തോടെ നേരിടാൻ പ്രാപ്തയാകണം. മോള് പൊയ്ക്കോ, ഇവൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റു, ആതിരയോട് പോലീസ് ഓഫീസർ പറഞ്ഞു. ആതിരയുടെ മുന്നിലൂടെ ദിനേശനെ അവർ കൊണ്ടുപോയി. വല്ലാത്തൊരു ആത്മാഭിമാനത്തോടെ അവൾ താഴെ കാത്തുനിന്ന കൂട്ടുകാരുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.